ഡോക്ടർ ഗൗരി. ടൗൺസിന് പോകുമ്പോ പേഷ്യൻസിനെ ഡീറ്റെയിൽഡ് ആയി പരിശോധിച്ചില്ലെങ്കിൽ അവരുടെ പരാതി. വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ അനിയനെ എന്തിനാ പോലീസ് കൊണ്ടുപോയെന്ന് എനിക്കറിയണം. അത് അനിയനോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക്. അവനോട് നേരിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവന്റെ ഭാഗത്തെ ന്യായമെന്ന് എനിക്കറിയാം. എന്ത് ന്യായം? പകൽ സമയത്ത് ആണുങ്ങളില്ലാത്ത തക്കം നോക്കി വീട്ടിൽ കയറി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം മുത്തശ്ശ. അർജുനെ സ്റ്റേഷനിൽ നിറക്കാൻ വേണ്ടി യാചിച്ച് നമ്മൾ ആ ഹരിശങ്കന്റെ മുന്നിൽ പോകുന്നില്ല. അത് ഡോക്ടർ ഗൗരി തന്നെ ചെയ്തോളൂ. ഗൗരിയോ? അതെ, ഗൗരി തന്നെ. മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും പേഷ്യൻസിന്റെയും ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ അവളുടെ തൊലി ഉരിഞ്ഞെടുത്തു. തൊട്ടാൽ പൊട്ടുന്ന പരുവത്തിലുള്ളൊരു പെണ്ണിനെ എന്തിനാ ഭർത്താവ് പൊതിഞ്ഞു പിടിച്ചേക്കണെന്ന് തുറന്നങ്ങ് ചോദിച്ചു. ഹരി മൈനയുടെ ആരാന്ന് ചോദിച്ചപ്പോ വടി വിഴുങ്ങിയ പോലത്തെ നിൽപ്പൊന്ന് കാണേണ്ടതായിരുന്നു. മതി, അത്രയും മതി. ബാക്കി ഇനി പൊട്ടന്റെ പൊട്ടിക്കോളും. ഇറങ്ങിപ്പോടാ. നോക്കി പേടിപ്പിക്കാതെ ഇറങ്ങിപ്പോ. എന്റെ പേര് ഉപയോഗിച്ച് സ്റ്റേഷനിലേക്ക് വിളിക്കുകയല്ല വേണ്ടത്. അവിടെയാ ഹരിക്ക് തെറ്റിയത്. കളപ്പുരയ്ക്കൽ ഗൗരിക്ക് കേവലം ഒരു SP-യുടെ പേര് പറഞ്ഞു വേണ്ട സ്വാധീനം ചെലുത്താൻ. ഐ ആം ദ വൺ ആൻഡ് ഓൺലി ഡോട്ടർ ഓഫ് കരുണാകരൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ള ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ എന്റെ അച്ഛൻ. ഈ യൂണിഫോമിന്റെ ആയുസ് പോലും എന്റെ അച്ഛൻ തീരുമാനിക്കും. അങ്ങനെ നിന്റെ അച്ഛൻ എന്റെ കാക്കിയുടെ ആയുസ് നോക്കിയ വിജിലൻസിൽ ഇപ്പോഴും അങ്ങേർക്കെതിരെയുള്ള കേസ് ഞാൻ കുത്തിപ്പൊക്കിയെടുക്കും. തെളിവ് ഇപ്പോഴും എന്റെ കയ്യിലാ. അഴിയണിച്ചിട്ട് ചെവിക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കും. അങ്ങേരുടെ അല്ല, നിന്റെ മുഖത്ത്. എന്നെ തല്ലുവോ? എന്നാ അതൊന്നും കാണണല്ലോ. കാണാനൊന്നുമില്ല ഗൗരി. ഇന്ന് അർജുന്റെ കേസിൽ ഇടപെട്ട പോലെ നാളെ മറ്റേതെങ്കിലും കേസിൽ ഇടപെട്ടാൽ അടി കൊണ്ടിരിക്കുന്നേ. ആണിന്റെ തല്ലുകൊണ്ട് മുഖം പൊത്തി കരയുന്ന ഒരു പെണ്ണല്ല ഗൗരി. പോലീസ് ഏമാന്മാരെ ഒത്തിരി കണ്ടിട്ടുള്ളവൻ അർജുൻ. എന്നോട് കളിച്ചാ തൊപ്പി വെക്കാൻ പിന്നെ തല കാണത്തില്ല, പച്ച മണ്ണിൽ കിടന്നുരുളും. ഓ, അതുകൊണ്ടാണല്ലോ ഒളിച്ചോടി തറവാട്ടിലൊന്ന് നിൽക്കണത്. നീ നേരെ ചെന്ന് പിടിച്ചോണ്ടിങ്ങി പോര്. ഒരു രാത്രി ആണിന്റെ കൂടെ കഴിഞ്ഞാ പിന്നെ പെണ്ണങ്ങോട്ട് പോവാനാ? എന്തൊക്കെ ഉപദേശങ്ങളായിരുന്നു കൊച്ചുമോന്. ഇപ്പോഴെന്താ മുത്തശ്ശന്റെ നാവിറങ്ങിപ്പോയോ? സാമം, ഭേദം, ദണ്ണം എല്ലാം കൂടി തോറ്റു തുന്നം പാടിയില്ലേ? എന്റെ ദേഹത്ത് കൈവച്ചതിന് ആ സിയയോട് എണ്ണി എണ്ണി സമാധാനം പറയിക്കും ഞാൻ. തൽക്കാലം നീ അതിനൊന്നും പോവണ്ട. പെണ്ണിനും മണ്ണിനും വേണ്ടി പടക്കിറങ്ങുമ്പോ അനുകൂലമായ സമയം കൂടി നോക്കണം. അത് തന്നെയാ ഞാനും പറയുന്നത്. ആ സമയത്തുമ്പോ ഈ ആശാലത തന്നെ നിന്റെ കാൽച്ചുവട്ടിൽ ഇട്ടു തരും ആ മൈനെ. അതിന് അവളൊന്ന് ഇറക്കി കിട്ടണ്ടേ? ആ, എന്താണേലും നീ പറഞ്ഞു തൊലയ്ക്ക്. വേണുവിനെ കൊന്നുകളയാൻ തന്നെ ഒരു ശ്രമം ഉണ്ടായിരുന്നിട്ടും അതേപ്പറ്റി ഒരു വാക്ക് പോലും സംശയം പറഞ്ഞില്ല മാനസ. ഭാവി വരനെപ്പറ്റി അങ്ങനെ ഒരു സംശയമില്ലാതെ ഒരു പെൺകുട്ടി പൊറുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അവനെപ്പറ്റി അവൾക്കൊന്നും അറിയില്ലെന്നാണ്. അല്ലെങ്കിൽ എല്ലാം അറിയാമെന്ന്. വഴിമുടക്കിയാണേലും നീ ഇപ്പൊ പറഞ്ഞതിൽ അല്പ കാര്യമുണ്ട്. ലോകത്തൊരു പെണ്ണും അങ്ങനെ പെരുമാറില്ല അരവിന്ദേട്ട. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ 100 സംശയം ഉന്നയിക്കുന്നതാ പെണ്ണിന്റെ മനസ്സ്. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. ഓ, എന്താ? എന്തെടുക്കായിരുന്നു അവിടെ? ഞാൻ വെറുതെ വായിക്കായിരുന്നു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? പോലീസേമാനൊക്കെ പോയി. വന്നേ. അല്ല, എങ്ങോട്ടാ? കിച്ചണിലേക്ക്.
സിദ്ധാർത്ഥ രാജകുമാരന്റെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക്.